നമുക്കിന്ന് ധ്രുവൻ്റെ കഥ കേൾക്കാം. ഉത്താനപാദ മഹാരാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സുനീതിയും സുരുചിയും. 2 ഭാര്യമാരിലും ഓരോ പുത്രനുണ്ടായിരുന്നു. സുനീതിയുടെ മകനായിട്ടാണ് ധ്രുവനും സുരുചിയുടെ മകൻ ഉത്തമനുമായിരുന്നു. സുരുചിക്ക് കൂടുതൽ സൗന്ദര്യം ഉള്ളതുകൊണ്ട് ഉത്താനപാദ രാജാവിന് കൂടുതൽ ഇഷ്ടം സുരുചിയോടും മകൻ ഉത്തമനോടുമായിരുന്നു. ഒരു ദിവസം രാജാവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ ഉത്തമൻ ഓടി വന്ന് രാജാവിൻ്റെ മടിയിലിരുന്നു. ധ്രുവനും അതുപോലെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടുവെങ്കിലും സുരുചി അമ്മ അതിന് അനുവദിച്ചില്ല. എന്നിട്ട് ധ്രുവനോട് പറയുകയാണ്, ഇങ്ങനെ സിംഹാസനത്തിൽ അച്ഛൻ്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ പോയിട്ട് നാരായണനെ ഭജിച്ചിട്ട്, അതായത് വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് എൻ്റെ വയറ്റിൽ വന്ന് പിറക്കാം, പിന്നെ ഇതുപോലെ സിംഹാസനത്തിൽ അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ധ്രുവനെ പറഞ്ഞു വിടുകയാണ്. രാജാവ് ഇത് കേട്ടിട്ടാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. ധ്രുവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്. അപ്പോൾ മകനെ വാരി പുണർന്നിട്ട് മാതാവ് വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ധ്രുവൻ അമ്മയെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ കാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. അമ്മ മകനെ ആശീർവദിച്ചു വിട്ടു. അതോടൊപ്പം നാരായണ ഭഗവാനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവനെ തപസ്സിന് പോകാൻ അമ്മ അനുഗ്രഹിക്കുകയാണ്. കാട്ടിലേക്ക് പുറപ്പെട്ട ധ്രുവൻ നാരദ മഹർഷിയെ കണ്ടിട്ട് ദണ്ഡ നമസ്കാരം ചെയ്തു. അങ്ങനെ 5 വയസ്സായ കുട്ടിക്ക് തപസ്സിനുള്ള ശക്തി ഉണ്ടോ എന്ന് പരീക്ഷിച്ചിട്ട് സംതൃപ്തനായ നാരദ മഹർഷി ധ്രുവന് മന്ത്രോപദേശം നൽകി. ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം, ഈ മന്ത്രം ചൊല്ലി തപസ് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിവരിച്ചു കൊടുത്തു. നിനക്ക് ഭഗവാൻ താമസിയാണ്ട് പ്രത്യക്ഷപ്പെട്ട് വേണ്ട വരങ്ങളൊക്കെ തരുമെന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി മറിഞ്ഞു. അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ധ്രുവൻ യമുനാ നദിയുടെ തീരത്തുള്ള മധുവനമാണ് തപസ്സിന് പറ്റിയ സ്ഥലമായിട്ട് തിരഞ്ഞെടുത്തത്. ആദ്യത്തെ 1 മാസക്കാലം 3 ദിവസം കൂടുമ്പോൾ മാത്രം ഒരു പ്രാവശ്യം ഫലങ്ങൾ ഭക്ഷിച്ച് തപസ് ചെയ്തു. അങ്ങനെ 2-ാമത്തെ മാസം ആകുമ്പോൾ 6 ദിവസം കൂടുമ്പോൾ ഒരു നേരം പുല്ലും ഇലയൊക്കെ ഭക്ഷിച്ചു പോന്നു. 3-ാം മാസത്തിൽ 9 ദിവസം കൂടുമ്പോൾ മാത്രമാണ് ഒരു ദിവസം ഒരു നേരം പാനീയം മാത്രം കഴിച്ചു പോന്നിരുന്നു. 5-ാം മാസത്തിൽ വായു പോലും ഉപേക്ഷിച്ചു. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ തപസ്സിൻ്റെ കാഠിന്യത്തിൽ വായുവിന് ചലനം ഇല്ലാണ്ടേയി. അങ്ങനെ എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മാവ് ദേവന്മാരെ എല്ലാവരെയും കൂട്ടിയിട്ട് നാരായണനെ ചെന്ന് കണ്ട് സ്തുതിച്ച് വിവരം അറിയിക്കുകയാണ്. അപ്പോൾ വിഷ്ണു ഭഗവാൻ അവരോട് പറഞ്ഞു, ഉത്താനപാദ മഹാരാജാവിൻ്റെ മകനായ ധ്രുവൻ്റെ തപസ്സിൻ്റെ കാഠിന്യം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവന് വേണ്ട വരങ്ങൾ നൽകി ആശീർവദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനനിരതനായ ധ്രുവൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ധ്രുവാന്ന് വിളിക്കുമ്പോൾ ഭഗവാനെ ഉള്ളിൽ തന്നെ കാണുകയാണ് ധ്രുവൻ. പിന്നെയും വിളിക്കുന്നുണ്ട് ഭഗവാൻ. പിന്നെയും ധ്രുവൻ കണ്ണു തുറന്നു നോക്കുന്നില്ല. പെട്ടെന്ന് 3-ാമത്തെ വിളിയിൽ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തൻ്റെ മുന്നിൽ നിൽക്കണ കണ്ടപ്പോൾ ധ്രുവൻ സാഷ്ടാംഗം നമിച്ചു. അങ്ങനെ സംതൃപ്തനായിട്ടുള്ള ഭഗവാൻ എല്ലാവരാലും പൂജിതനായി 26,000 വർഷം ശത്രുക്കളൊന്നുമില്ല സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കാനുള്ള വരം നൽകി. ഇത് കേട്ട് സന്തോഷഭരിതനായ ധ്രുവൻ പറയുകയാണ്, ഭക്തിപൂർവ്വം ഭഗവത് പാദസേവ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ലത് ചെയ്ത് സർവ്വലോകങ്ങളും കണ്ട് സർവ്വലോകത്തിന് മുകളിൽ എല്ലാറ്റിനും മുകളിലായി സർവ്വകാലവും സർവജ്ഞനായിട്ട് വാഴുന്നതിൽ അനുഗ്രഹിക്കണേ എന്ന് പറയുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വരവും കൊടുത്ത് ഭഗവാൻ മറിഞ്ഞു. നാരദ മഹർഷിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഉത്താനപാദ മഹാരാജാവ് കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ധ്രുവനെ പരിവാരസമേതം തേരിലേറ്റി രാജധാനിയിലേക്ക് കൊണ്ടുപോയി ധ്രുവനെ രാജാവായി അഭിഷേകം ചെയ്ത് വാഴിച്ച ശേഷം ഉത്താനപാദൻ വാനപ്രസ്ഥം സ്വീകരിച്ചു. അങ്ങനെ ധ്രുവൻ ധർമ്മിഷ്ഠനായിട്ട് രാജ്യം ഭരിച്ചു പോന്നു. ധ്രുവൻ ഇന്നും ആകാശത്തിൽ വടക്ക് ഭാഗത്ത് എല്ലാറ്റിൻ്റെയും മുകളിലായിട്ട് എല്ലാവർക്കും കാണത്തക്ക വിധം ധ്രുവനക്ഷത്രമായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.